ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുപിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പം നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത്. പിന്നെ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ മലയാളവും ഹിസ്റ്ററിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയാണ് കേട്ടോ. വേൾഡ് ഹിസ്റ്ററിയും മലയാളത്തിൽ 2-3 ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. സ്ഥലത്തിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് നോട്ട് എഴുതണം. ഇത് വിപരീത പദം, വചനം, പിന്നെ വചനമൊക്കെ എളുപ്പമാണ്, നമുക്ക് ജസ്റ്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെന്തായാലും കവർ ചെയ്ത് പോകണമല്ലോ, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഒറ്റപ്പദം അത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് കരുതിയിരിക്കുന്നത് കേട്ടോ. ദെൻ ഈ മലയാളത്തിൽ ഇനിയിപ്പോൾ 2-3 ടോപ്പിക്സും കൂടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യണം. ഇംഗ്ലീഷ് PYQs തന്നെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി കൂടുതൽ സമയം നമുക്കിങ്ങനെ വാരി വലിച്ചിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ എനിക്ക് സമയമില്ല. ഇനി നമുക്ക് എക്സാമിനും സമയമില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസ്ഥയില്ല. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടും അതുപോലെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടും ഒക്കെ PYQ ഒക്കെ ആയിട്ട് തന്നെ പഠിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തണം. ഇനിയിപ്പോൾ 1 month ഉള്ളൂ എന്നൊക്കെ ആലോചിക്കുമ്പോൾ കയ്യും കാലം വിറയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിറ നല്ലതാണ് പ്രത്യേകിച്ച് എനിക്ക്. കാരണം വിറയ്ക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സമയം എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തിയേ പറ്റുമെന്ന് കരുതിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കും. ആ ഒരു പേടി വരണം. എക്സാമിൻ്റെ കുറച്ച് മുന്നെയാണ് അതങ്ങനെ വല്ലാതെ അങ്ങ് വരും. അതുവരെ അയ്യോ എനിക്ക് സമയമില്ലല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ അങ്ങനെ ഉഴപ്പിന്നൊക്കെ വരും. ഓക്കെ, പക്ഷെ അത് മനസ്സറിഞ്ഞ് ഉഴപ്പുന്നതെന്നല്ല കേട്ടോ. അവസ്ഥ അതായതുകൊണ്ടാണ്. സത്യമായ ശ്വാസം വിടാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ് ശരിക്ക്. അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം പഠിക്കാനിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. സൺഡേ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡേ ഒക്കെ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇരുന്നേക്കുന്നത് കേട്ടോ. സൺഡേ വാങ്ങി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അധികം അത് പാക്കറ്റായിട്ട് അവിടെ കെടുക്കുക തന്നെ ചെയ്യാൻ. ഞാൻ സൺഡേ എന്ന് പറയുന്നത് എൻ്റെ ഒരു പണി നടക്കാത്തൊരു ദിവസമാണ്. ഷെർഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷെർഫൊക്കൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അത് വേറെ കാര്യം. ഞാനിവിടെ ഉള്ള ദിവസം ഓരോ പണി എന്ന് പറഞ്ഞാൽ അവിടെ അടുക്കളയിൽ പോയിരിക്കും, അവിടെ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയും. അപ്പം അങ്ങനെ കാര്യമായിട്ട് പണികളൊന്നും നടക്കാത്ത ദിവസമാണ് സൺഡേ. അപ്പോൾ അത് എല്ലാം അവിടെ തന്നെ അങ്ങ് കിടക്കും. പിന്നെ മൺഡേ വേണം നമുക്കൊന്ന് ഒതുക്കി വൃത്തിയാക്കി വെക്കാനൊക്കെ കേട്ടോ. അങ്ങനെ ഞാനിത് ആ പണികളൊക്കെ കഴിച്ചു. പിന്നെ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ കാണിക്കണ്ടല്ലോ. ഇതാകുമ്പോൾ പിന്നെ അവിടെ ഇരുന്ന് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം വാങ്ങിയ സാധനങ്ങളെല്ലാം വെക്കേണ്ടടുത്തൊക്കെ വെച്ചു, സെറ്റാക്കി. അങ്ങനെ നമ്മുടെ ഈ ഒരു പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് രാവിലെ വലിയ തിരക്കൊന്നുമില്ല. രാവിലെ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ചെറിയ രീതിയിൽ പഠിക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ പണികളും അതുപോലെ അടിച്ചു വാരലൊക്കെ വേഗം കഴിച്ചിട്ട് ക്ലീനിങ്ങൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി. കാരണം എനിക്ക് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് മേലെ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്, അൺസൈക്കബിളാണ് ചൂട്. നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും നമുക്ക് ചൂട് കാറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ അടിയിലിരിക്കുകയാണെങ്കിലും ഇങ്ങനെ നമ്മൾ വേർത്തൊലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പോയി ഒന്ന് മേലൊഴുകി. ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞാൻ വേർത്താകെ നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം പോയി മേലൊക്കെ കഴുകി വന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഓക്കെ, അപ്പം ഷെഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെഫൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടിച്ചു. എന്നിട്ടാണ് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. നമ്മുടെ മലയാളം കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ 8 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആദ്യം കരുതിയത് എൻ്റെ വർക്ക്സ് കുറച്ച് ചെയ്തു വെക്കാം. എനിക്ക് ഷീറ്റ് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്തു വെക്കാം. പിന്നെ കുട്ടികളുടെ മെസ്സേജസൊക്കെ ഈ ഒരു ക്ലീനിങ് സമയത്ത് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് മെസ്സേജസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നോക്കി ഷീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാമെന്ന് കരുതി പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയെന്ന് കരുതി. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കുണ്ടാവില്ല. പിന്നെ കുട്ടികൾ അവരൊന്ന് ഫ്രീ ആവണം. മീൻസ് അവർ ഉറങ്ങി എഴുന്നേറ്റ് മദ്രസ പോകുന്ന കുട്ടികൾ മദ്രസ പോകും. ചില കുട്ടികൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുള്ളൂ വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും മക്കളൊന്ന് എൻഗേജ്ഡ് ആവാൻ 12 മണിയാവട്ടെ. എൻ്റെ മക്കളല്ല, എക്സാം വൈയിലെ മക്കളെ കാര്യം കേട്ടോ പറയുന്നത്. എൻ്റെ മക്കളും ആ ഒരു സമയമാവും എഴുന്നേൽക്കാനൊക്കെ. അപ്പം ഒരു 12 മണിയൊക്കെ 11 മണി എന്തായാലും ആവും. അപ്പോൾ അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് മീറ്റിംഗ് ഉണ്ടാവും. 10:15 എൻ്റെ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 11:30 ഒരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിങ്ങുകളൊക്കെ കുറേ ഉണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊന്ന് വായിക്കാനും എഴുതാനൊക്കെ ഉള്ളൊരു സമയം അതിൻ്റെ ഇടയ്ക്ക് കിട്ടും. ഒരു 11 മണീൻ്റെ സമയത്ത് നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ
പഠിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ച് ചെയ്യുന്നൊരു ടൈമാണ് നമ്മളല്ലേ. മക്കളെ എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് സൈക്കിൾ എടുത്തൊരു പോക്ക് പോയാൽ പിന്നെ അതിനെ വിളിച്ച് കൂവണം ഞാനൊന്ന് കയറണമെങ്കിൽ. ഇവിടെ അത് എൻ്റെ വീട്ടിലേക്ക് പോണതാണ്. നമ്മൾ സെയിം ഇടവഴി തന്നെയാണ് വീട്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് പോലും നടക്കാനില്ല. 1 മിനിറ്റ് നടന്നാൽ മതി. ഓക്കെ. അപ്പം അവനെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറേ ബുക്സ്, നമ്മുടെ ബാലരമ, ഡൈജസ്റ്റ്, കളിക്കുടുക്ക, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത്. പിന്നെ പെയിൻറ്റിങ് കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ അവരെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. അവനൊന്ന് വീട്ടിലിരുത്തണം എന്നുള്ളതായിരുന്നു മെയിൻ. അവൻ ഞാനിപ്പോൾ വരാം, ഇമ്മിൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകും. എന്നിട്ട് അവൻ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഇതിങ്ങനെ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട പണിയാണ്. അങ്ങനെ ഞാൻ ചീത്ത പറഞ്ഞ് ഞാൻ ക്ഷീണിച്ചു എന്നല്ലാതെ. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പെയിൻറ്റിങ്സും കാര്യങ്ങളും, അങ്ങനെ പെയിൻറ്റൊക്കെ തുജമോൾ ചെയ്തത് കേട്ടോ. അതൊക്കെ പിന്നെ അവളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. ആദമിനും ഇവർക്കുള്ളത് ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഒന്ന് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ നമ്മുടെ 90s ഫിലിംസൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കും. കോമഡി ഫിലിംസൊക്കെ, C.I.D. മൂസ, കല്യാണരാമൻ, പിന്നെ പുലിവാൽ കല്യാണം, അങ്ങനത്തെ കുറേ ഹരിഹർ നഗർ, അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ ഇട്ട് അതൊക്കെ വെച്ച് കാണിച്ചു കൊടുക്കും ഇപ്പോൾ. അപ്പം കുറച്ച് ടൈം അങ്ങനെ എൻഗേജ്ഡ് ആയിക്കോളും. പെയിൻറ്റിങ്സ്, ബുക്ക് റീഡിങ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കോളൂ കേട്ടോ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മലയാളം ഞാൻ ആ ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബിസി ആയിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ രാത്രിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ ആ മലയാളം കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ മലയാളം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം ഇനി കുറച്ച് എന്ത് ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും ഇട്ടിട്ടുള്ളത് മലയാളം 3 ടോപ്പിക്ക് കവർ ചെയ്യണം. ദെൻ SCERT, നമ്മുടെ വേൾഡ് ഹിസ്റ്ററി SCERTയും, അതുപോലെ വേൾഡ് ഹിസ്റ്ററിയുടെ സൈലത്തിൻ്റെ ക്ലാസ്, ദെൻ CA, ഇത്രയും പോർഷൻസ് കവർ ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ ടൈം ടേബിളിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മലയാളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അതുപോലെ SCERT ബുക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ സൈലത്തിൻ്റെ ക്ലാസ് അത് ഞാൻ കുറച്ച് കണ്ടുള്ളൂ. എനിക്ക് കുറച്ച് കാണാൻ, പിന്നെ അപ്പോഴേക്കൊക്കെ ഉറക്കം വന്ന് തുടങ്ങി, ക്ഷീണമായി തുടങ്ങി. ശരിക്കും ഫോണിൽ ഇങ്ങനെ ഏത് നേരം നോക്കുന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. കണ്ണും തലയൊക്കെ ഭയങ്കര സ്ട്രെയിനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പറയുമ്പോൾ പുറത്ത് പോലുള്ളവർക്ക് പറയാം, വീട്ടിലിരുന്ന് ഇങ്ങനെ ഫോണിൽ തോണ്ടി കളിക്കാനല്ലേ, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഇത്ര ബുദ്ധിമുട്ട്, ഫോണിൽ നോക്കി ഒരു പണി എടുക്കാനല്ലേ, കുറച്ച് 2-3 കോൾ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ പോരെ, അങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ അവർ എല്ലാവർക്കും പറയാൻ തോന്നുള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മോർണിംഗ് ടു നൈറ്റ് നമ്മൾ ഈ ഒരു സ്ക്രീനിലോട്ടേക്ക് നോക്കി ഒരുപാട് ഷീറ്റും കാര്യങ്ങളും കൈകാര്യം ചെയ്ത് കുട്ടികളുടെ ഡാറ്റാസ് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കോൾ ചെയ്യുന്നു, മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും ഒരു മെസ്സേജില്ല, നമ്മൾ മോർണിംഗ് ടു നൈറ്റ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോൾ ചെയ്യുന്നതും കണ്ടിന്യൂസ് ആയിട്ടാണ്. ചിലപ്പം ഒരു കുട്ടികളെ തന്നെ നമ്മൾ ഒരു ദിവസം 2-3 തവണ വിളിക്കുന്നുണ്ടാവും. ഒരു കുട്ടികളെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് വിളിക്കുന്നുണ്ടാവും. അത് അങ്ങനെ എന്താ പറയുക, ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിനാണ് നമ്മുടെ കണ്ണിനും തലയ്ക്കും. രാത്രിയാകുമ്പോഴേക്കും ക്ഷീണിക്കും നമ്മൾ. ഒന്നിനും പറ്റാത്ത അവസ്ഥയിലോട്ടേക്കാവും. എനിക്ക് ഇപ്പം കുറച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കണ്ണ് ഭയങ്കരമായിട്ട് പഴയതിനേക്കാളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ കണ്ണ് നല്ല ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കണ്ണടനെ കൊണ്ട് എനിക്ക് ഒന്നും ആവാത്തൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. കണ്ണട വെച്ചിട്ടും എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു പോലെ. ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ട്, കണ്ണട ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങില്ലായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ കണ്ണട ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്താൽ എൻ്റെ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്കതും കിട്ടാതായിട്ടുണ്ട്. അപ്പം എനിക്ക് കണ്ണട മാറ്റേണ്ടി വരും മിക്കവാറും. അതുപോലെ ഡോക്ടർ എന്തായാലും ഒന്ന് കാണിക്കണം. കണ്ണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ പുറത്ത് കാണുന്നവർക്ക് നമ്മൾ ഇങ്ങനെ ഫോണിൽ കുത്തിയിരുന്നാൽ പോരെ, വീട്ടിലിരുന്ന് പണിയെടുത്താൽ പോരെ എന്നാണെങ്കിലും നമുക്ക് ഒരുപാട് ഇതുണ്ട്. പിന്നെ നമ്മളിപ്പം എക്സാമിനെ കുറിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിനെ കുറിച്ചിട്ടും. അവർ ഒരുപാട് പേര് ഇതൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, CV ഒക്കെ അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ ട്രെയിനിങ് ഗ്രൂപ്പിലോട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പറഞ്ഞപ്പോൾ അത് ഒരുപാട് പേര് ചെയ്യുകയും ചെയ്തു. അതുപോലെ അവർക്ക് ജോലി കിട്ടുക എന്ന് പറയുമ്പോഴും
എനിക്കറിയാം അത്യാവശ്യം നിങ്ങൾ വർക്ക് ഫ്രം ഹോം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് പഠനവും അതുപോലെ വീട്ടിലെ കാര്യങ്ങളും ജോലിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളവരായിരിക്കും ഒരു വർക്ക് ഫ്രം ഹോം അന്വേഷിച്ച് നടക്കുക. അപ്പം നിങ്ങൾക്ക് അത് കിട്ടുമ്പം എനിക്കും ഭയങ്കര സന്തോഷം. ആ ട്രെയിനിങ് സെഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആൾക്കാർ ജോലി കിട്ടട്ടെ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിത് പെട്ടെന്ന് തന്നെ SCRT കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതോടെ കഴിഞ്ഞാൽ ഇന്നത്തെ സെഷൻ കഴിയും. ഞാൻ SCRT കവർ ചെയ്തു ഫുള്ളും മീൻസ് 2 ചാപ്റ്റർ. ഇതിൽ ഫസ്റ്റിലെ 2 ചാപ്റ്റർ കവർ ചെയ്തിട്ടാണ് ലോകചരിത്രത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ കവർ ചെയ്തിട്ട് പിന്നെ സൈലത്തിൻ്റെ കുറച്ച് 2 ക്ലാസ് ആയിരുന്നു. 7 ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ 8 ക്ലാസ് ഉണ്ട്. പക്ഷേ 2 ക്ലാസ്സേ കവർ ചെയ്തുള്ളൂ. 2 ക്ലാസ് കവർ ചെയ്തപ്പോഴേക്കും തന്നെ ഞാൻ ആകെ ക്ഷീണിച്ചു. അതിനിടയ്ക്കൊരു കോൾ വന്നു കേട്ടോ. ഇതാണ് അവസ്ഥ, ഇങ്ങനെ കോൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതും കംപ്ലീറ്റ് ചെയ്ത് 2 വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കിടന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഒരുപാട് ഗ്യാപ്പ് വരുന്നത് കാരണം എനിക്കറിയാം റീച്ചും അത്ര വലിയ റീച്ച് എനിക്ക് കിട്ടുന്നില്ല, അതുപോലെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇട്ടിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അതൊക്കെ തിരിച്ച് പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കെ നടക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.